രമേശ് ചെന്നിത്തല പറഞ്ഞത് ഈ പലതരം മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പല കുട്ടികളെ ഉപേക്ഷിക്കപ്പെടുന്ന രാജിവെക്കണം എന്താ പറഞ്ഞത്? ആർക്കെതിരെ? അത് പാലാരിവട്ടം എന്ന് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർ ഇപ്പൊ ഇങ്ങനെ പറയുന്നത് എന്താണ് പാലാരിവട്ടം എന്നൊന്ന് വിശദീകരിച്ച് മുസ്ലിം ലീഗിനിട്ടൊരു കൊട്ട് കൊട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. രണ്ടാണ്. ഒന്ന് നിർമ്മാണം നടക്കുന്ന സമയത്തുള്ള പ്രശ്നമാണ്, മറ്റൊന്ന് എന്താണ് എന്നുള്ളത് നമുക്കറിയാം. അത് പാലം നിർമ്മാണത്തിന് ശേഷമുള്ള സംഭവങ്ങളും അതിനു മുമ്പ് മൊബിലൈസേഷൻ തുകയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ടാന്ന് എല്ലാവർക്കും അറിയാം, പറയുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിനും അറിയാം. പക്ഷേ മുസ്ലിം ലീഗിനിട്ടൊരു കൊട്ട് കൊട്ടാൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് പറ്റിക്കുമോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജില്ലയായ ആലപ്പുഴയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തിൽ റിപ്പോർട്ട് കിട്ടി പരിശോധിച്ച് കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്തുകയും 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നും പറയുക. അപ്പം നടപടി എടുക്കുന്ന ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ 9 കൊല്ലം, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, 9.25 കൊല്ലം തെറ്റായ പ്രവണതയുടെ ഭാഗമായി നിലപാട് സ്വീകരിച്ചവർക്കെതിരെ കർശന സമീപനമാണ് LDF സ്വീകരിച്ചത്. അങ്ങനെ നടപടി സ്വീകരിച്ചവരുടെ ഒരു പട്ടിക എടുത്ത് പരിശോധിച്ചാൽ ഒരു അഖിലേന്ത്യാ സമ്മേളനം നടത്താനുള്ള ആളുണ്ടാവും. അപ്പോൾ അത് LDFിൻ്റെ പ്രത്യേകതയാണ്. LDF അതിലൊക്കെ എടുക്കുന്ന സമീപനം എല്ലാവർക്കും അറിയാം. നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കും. തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്ന ഉദ്യോഗസ്ഥരായാലും കരാറുകാരായാലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്ത സർക്കാരാണ് LDF സർക്കാർ. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ ഒരു കാര്യം നമ്മൾ കൂട്ടായി ആലോചിക്കേണ്ടതുണ്ട്. നിർമ്മാണ സമയത്ത് മാനുവലായിട്ടുള്ള പ്രശ്നങ്ങൾ, കൃത്യവിലോപത്തിൻ്റെ ഭാഗമായോ മറ്റോ ഒക്കെ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള നമ്മൾ നടപടി എടുത്ത് പോകണം. എന്നാൽ യന്ത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് എടുത്ത് പരിശോധിച്ചുള്ള പ്രശ്നങ്ങൾ, ഇതിന് ഒരു കർക്കശമായ സമീപനം സ്വീകരിക്കണം. ഇപ്പോൾ PWD മാനുവലുള്ള ചില നിർദ്ദേശങ്ങൾ പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് വേണം എന്നുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ള എക്സ്പേർട്ടുകളെ, അതുപോലെ തന്നെ IIT, NIT പോലുള്ള മേഖലയുള്ളവരുടെ ഒക്കെ സഹായത്താൽ ഒരു നിലപാടുമായിട്ട് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാധ്യമാകുന്ന എല്ലാ കാര്യവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് കിട്ടിയെന്നിങ്ങനെ ചാനലിൽ ഞാൻ വായിച്ചു കണ്ടു എന്നല്ലാതെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എനിക്കിതുവരെയും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ പരിശോധിച്ച് എങ്ങനെയാണോ ആക്ഷൻ വിഷയങ്ങൾ നിലപാട് സ്വീകരിക്കും. അല്ല, റിപ്പോർട്ട് ഇത് കുറച്ച് നോക്കി വായിച്ച് അവർക്ക് ഇതിൻ്റെ ഓരോ കാര്യവും പരിശോധിച്ച് പറയണല്ലോ. അങ്ങനെ പരിശോധിച്ച് അവർ തരട്ടെ, തന്നതിന് ശേഷം പരിശോധിക്കാം.